സത്യത്തിൽ ഇന്ന് ആംഗല വിദ്യാഭ്യാസം ഒരു ക്രൈസ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന, സമൂഹത്തില് സാമ്പത്തികമായി വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കളെ ഇന്ന് അവർ അയക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സാഹചര്യങ്ങളുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ സമൂഹം ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മാത്രം പോരാ, അത് അഭ്യസിക്കുന്ന മാധ്യമം അതല്ലെങ്കിൽ അതിന്റെ മീഡിയം ലോക കറൻസിയുള്ള അല്ലെങ്കിൽ ലോകത്തെവിടെയും മൂല്യമുള്ള ഇംഗ്ലീഷിൽ തന്നെ ആവണം. ഇതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം സത്യത്തില് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഭാഷ അത് ഇംഗ്ലീഷ് തന്നെയാണ്. ഏത് മേഖലയിലേക്ക് തിരിയുകയാണെങ്കിലും, വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫഷണൽ വിദ്യാഭ്യാസമാവട്ടെ അല്ലെങ്കിൽ അക്കാദമിക് വിദ്യാഭ്യാസമാവട്ടെ, ഏത് രംഗത്താണെങ്കിലും അത് വിദ്യ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ സ്കില്ലുണ്ടായതുകൊണ്ടോ ടാലൻസ് ഉണ്ടായതുകൊണ്ടോ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഉണ്ടായതുകൊണ്ടോ മാത്രമായില്ല. അതോടൊപ്പം തന്നെ ഒരു നല്ല ഭാഷ, അത് കഴിവതും ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തെ അത് നമുക്ക് വി ക്യാൻ എൻകാഷ് ഇറ്റ്, അത് മുതലാക്കാൻ കഴിയും നമുക്ക്. കാരണം ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഒരു ആഗോള ഗ്രാമമാണ്. രാജ്യങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ ഇന്ന് ഇല്ലാതായി തീർന്നിരിക്കുന്നു. ആർക്കും എവിടെയും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം, ആർക്കും എവിടെയും കുടിയേറി പാർക്കാം. ഇങ്ങനെയൊക്കെ അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ അതിന് നമ്മുടെ കയ്യിൽ പണം മാത്രം പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് മാത്രം പോരാ. ആ സ്കില്ല് ഓടൊപ്പം തന്നെ ലാംഗ്വേജ് സ്കില്ല്, പ്രധാനമായും വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ലോകത്ത് സാധ്യതകൾ വളരെ അധികമാണ്. എന്നാൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷ അത് ഏതെങ്കിലും തരത്തില് ന്യൂനതകളുള്ളതാണെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിലവാരക്കുറവുള്ളതാണോ എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. നമ്മുടെ ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം, നമ്മിഞ്ഞ പാലിനോടൊപ്പം നമുക്ക് പകർന്നു സിദ്ധിച്ച ആ മാതൃഭാഷ, അതിന്റെ ശുദ്ധിയും അതിന്റെ അടുപ്പവും അല്ലെങ്കിൽ ആ ഭാഷയുടെ മധുരവും മറ്റൊരു ഭാഷക്കും നമുക്ക് ലഭിക്കില്ല, അതിന് സംശയമില്ല. എന്നാൽ അതോടൊപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജനസംഖ്യ നിയന്ത്രണ അതീതമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാനിടങ്ങളില്ല, ജോലി ലഭ്യമല്ല, വിദ്യാഭ്യാസം പ്രശ്നമാണ്, സാമ്പത്തിക പരാധീനതകളാണ്, വാഹനങ്ങൾ അധികരിച്ചിരിക്കുന്നു, മലിനീകരണം അത് പറയാവുന്നതിലപ്പുറമാണ്. ജലമലിനീകരണമാവട്ടെ, വായുമലിനീകരണമാകട്ടെ, ശബ്ദമലിനീകരണമാവട്ടെ, അങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ നമുക്ക് ആളുകളെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള വാഹനങ്ങളെ കണ്ടം ചെയ്യാനാക്കില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മുടെയൊക്കെ തന്നെ ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ നാം പുറത്തു കളയുന്ന വേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അതൊരു വലിയ ഭീഷണിയായിട്ട് അതൊരു ബൂമറാങ് പോലെ നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന് സത്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ പരിമിതമായ ഭൂപ്രദേശത്ത് ലോകത്തിലെ രണ്ടാം കിട അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായ ഇന്ത്യൻ ജനസമൂഹം നമുക്ക് ഇവിടെ ഇങ്ങനെ എക്കാലത്തും ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതൊക്കെ തന്നെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ജന വിസ്ഫോടനം എന്ന് പറയുന്നത്. അത് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറകൾക്കും നമുക്കൊക്കെ തന്നെയും മറ്റ് മേഖലകളിലേക്ക്, മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ജനനിബിഡമല്ലാത്ത, ജനവാസം വളരെ പരിമിതമായ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് ഈ ലോകത്ത്. അവർ സാമ്പത്തികമായും അതുപോലെ തന്നെ സാങ്കേതികമായും വളരെ മികച്ചു നിൽക്കുന്ന അത്തരം രാഷ്ട്രങ്ങളിൽ കുടിയേറുകയോ ജോലി ആവശ്യാർത്ഥം പോവുകയോ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ സഹായിക്കാൻ കഴിയും. നമ്മുടെ നാടുമായുള്ള ബന്ധമോ അല്ലെങ്കിൽ നാടും കുടുംബവും നാട്ടുകാരും ഇവരുമൊക്കെയായി എന്നേക്കുമായി വിട ചൊല്ലിക്കൊണ്ട് വേറൊരു മേഖലയിലേക്ക് പോകുക എന്നതിനർത്ഥമില്ല. സാധ്യതകൾ
തേടി മനുഷ്യനെന്നും പോയിട്ടുണ്ട്. നാം എന്താക്കേണ്ടത്? ഇന്ന് നമ്മുടെ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് നിരകിച്ച് ജീവിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? നമ്മുടെ അടുത്ത തലമുറകൾക്കെങ്കിലും ഇനിയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറാനും വേണ്ടി വന്നാൽ മറ്റു സ്ഥലങ്ങളിൽ പൗരത്വമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ അതിനുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ അവർ നേടിയെടുക്കുന്നതിന് നാം ഒരിക്കലും തടസ്സം നിൽക്കേണ്ടത് ആവശ്യമില്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെയും നമ്മളത് എന്താ പറയാ ഡ്രൈനേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം വ്യാകുലപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് നാം തെങ്ങ് നിറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും നാട്ടിൽ നിൽക്കുന്നവർക്കും പോകുന്നവർക്കും ലോകത്തിനും എല്ലാം നല്ലത് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല എന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം മക്കളോട് പോലും തങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് പോലും ഇങ്ങനെ പഠിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഇത്രയും വർഷക്കാലം ചെലവഴിച്ചിട്ട് എന്തു നേടാനാണ്? അതിനേക്കാൾ നല്ലത് ഏറ്റവും പെട്ടെന്ന് ജോലി മേഖലകളിലേക്ക് എന്തെങ്കിലും തൊഴിൽ പഠിച്ച് തൊഴിൽ അഭ്യസിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോയി 2 കാശുണ്ടാക്കാൻ നോക്ക് എന്ന് ഉപദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ കേട്ടാ അത് ചെറുപ്പത്തിലും അതുപോലെ തന്നെ മുതിർന്നു വരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സമപ്രായക്കാരായ ആളുകൾ ലോറിയിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടങ്ങളോ ബിസിനസ്സോ അതല്ലെങ്കിൽ വളരെ നേരത്തെ ഗൾഫിലേക്കും മറ്റും പോയിട്ട് സമ്പാദിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് ഗ്രാമത്തിലുള്ള ആളുകൾ പലപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ കോളേജായി യൂണിവേഴ്സിറ്റിയായി അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ അതല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ഇങ്ങനെ പഠിച്ച് എത്ര കാലം ഇതൊക്കെ വേസ്റ്റ് അല്ലേ? സർക്കാർ ഉദ്യോഗങ്ങളൊക്കെ 1000-1 പോലും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അന്നൊക്കെ അല്ലെങ്കിൽ ഇന്നും പലരുടെയും ഉള്ളിൽ ചിന്ത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗം, അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം വേസ്റ്റ്. തികച്ചും മൂഢമായ ചിന്തകളാണതെല്ലാം. സത്യത്തില് വിദ്യാഭ്യാസം കൊണ്ട് നാം വളരെ ഉന്നതി നേടുന്ന വ്യക്തിപരമായി, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും വളരെ സുരക്ഷിതമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിദ്യ അഭ്യസിക്കുന്നത് കൊണ്ട്, അതും നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസമാണെങ്കിൽ, ഇന്ന് ലോകത്തിന് അത്തരക്കാരെ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടില് ജോലി സാധ്യതകൾ കുറവായിരിക്കാം, നാട്ടിലെ തൊഴിൽ അവസരങ്ങൾ സർക്കാർ തലത്തിലും അതുപോലെ തന്നെയും അർദ്ധ സർക്കാർ തലത്തിലും അതുപോലെ മെച്ചപ്പെട്ട വേതന വ്യവസ്ഥകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും തൊഴിലവസരങ്ങൾ നാട്ടിൽ കുറവായിരിക്കാം. പക്ഷെ ഇന്ന് ലോകം വലുതാണ്. ഇന്ന് ലോകം തന്നെ നമ്മുടെ നാടാണ്. ലോകം ഒരു കൊച്ചു ഗ്രാമം പോലെയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നാട്ടിലില്ലാത്ത അവസരങ്ങൾ ലോകത്ത് മറ്റിടങ്ങളിലുണ്ട്. ഇപ്പോൾ പുരോഗമിച്ചു വരുന്ന രാജ്യങ്ങൾ, ഇതിനകം പുരോഗമിച്ച് കഴിഞ്ഞ രാജ്യങ്ങൾ, അവിടെയൊക്കെ തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള, അത് ഡോക്ടേഴ്സ് ആവട്ടെ അതല്ലെങ്കിൽ നഴ്സസ് ആവട്ടെ ടീച്ചേഴ്സ് എന്ന് വേണ്ട പ്രൊഫഷണൽ രംഗത്തുള്ള IT അതുപോലെ ഫൈനാൻസ് എന്ന് വേണ്ട പല തലങ്ങളിലും ഉയർന്ന തലങ്ങളിലും എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം അനുഭവം വെച്ചും കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും അനുഭവങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം വേണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന്. കടലാസുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ളത് കൊണ്ടായില്ല. ഇനി അത് നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിലും സ്കോർ അടിസ്ഥാനത്തിലും റാങ്ക് വാങ്ങിയത് കൊണ്ടുപോലും ആയില്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ആ വ്യക്തിത്വത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് ഭാഷാജ്ഞാനമാണ്. അത് ലോകഭാഷയായ ഇംഗ്ലീഷ് ആവുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ പേഴ്സണാലിറ്റി, നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവണം. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ഇന്ന് ലോകത്ത് സാധ്യതകളുള്ള ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെ തന്നെയും നല്ല ചുറുചുറുക്കുള്ള, നല്ല വ്യക്തിത്വമുള്ള, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ, അതോടൊപ്പം എന്തെങ്കിലും പ്രത്യേക ട്രേഡ് അറിയുന്നവർ, അത് വലിയ ട്രേഡ് ഒന്നും ആവണമെന്നില്ല, വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടൊന്നും ആവണമെന്നില്ല. ഈവൻ ബീങ് എ പ്ലംബർ, for example, you are an expert plumber, or not necessarily be even an expert plumber. It can be even a kind of mediocre one. The demand is high. Whether it is in European countries or in Asia Pacific or wherever you look around, in the world,
the world is looking for skilled manpower. We can say our manpower is so high and so underutilized as well. The problem is that they are thinking they're not being paid, they're not being looked after properly, and what their skill and expertise don't bring them or don't even win their bread properly. They can't have a decent life with what they're earning day. If that's what your concern is, see, you got some skills. When it's some technical sides like plumbing, or let us say that carpentry, or let's say that building, architecture, or anything for that matter, you are in high demand. You're highly, people like you are wanted, required all across the world.